ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മള് കിതാബു താരീഖിന്റെ 5ാം ക്ലാസ്സിൽ നടന്ന ചോദ്യ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. നമ്മള് ഏതൊക്കെയാണ് വന്നത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പ്രവേശിച്ചു എവിടേക്കായിരുന്നു? മദീനയിലെ ഖുബാ. അതിന് നേരെ എഴുതാം. അടുത്തത് മദീനയിലെ സമ്പന്നൻ ആരായിരുന്നു? സഅദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു. അടുത്തത് ജൂതഗോത്രമാണ് ബനു ഖുറൈള. 4 ബദർ യുദ്ധത്തിലെ ശുഹദാക്കള് 14 സ്വഹാബികൾ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്തത് എന്തായിരുന്നു? പള്ളി പണിതു. ഇത്രയും നമുക്ക് അവിടെ നേരെ എഴുതി കൊടുക്കാം. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. മദീനയിൽ ആദ്യ പള്ളി മസ്ജിദുൽ ഖുബാ ആണ്. അത് ശരിയാണ്. മക്കയുടെയും ജിദ്ദയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ബദർ. അത് തെറ്റാണ്. മക്കയുടെയും മദീനയുടെയും ഇടയിലാണ് അല്ലെ ബദർ. ഓക്കെ, അപ്പൊ അത് തെറ്റിടയപ്പെടുത്താം. ഇനി ഓരോ മുഹാജിറിനും അൻസാറുകളിൽ നിന്ന് ഒരു സഹോദരൻ ഉണ്ടായി. അത് ശരിയാണ്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വരുമ്പോൾ മദീനയിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു. അത് തെറ്റാണ്. ന്യൂനപക്ഷമായിരുന്നു എന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം 313 ആയിരുന്നു. അത് ശരിയാണ്. ഇനി 2 വീതം എഴുതാനാണ്. നിസ്കാരത്തിന് പുറമെ മസ്ജിദുൻ നബവി ഉപയോഗപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? മസ്ജിദുൻ നബവി വിജ്ഞാന കേന്ദ്രം, കോടതി, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് 2 എഴുതാനാണ്. അടുത്തത് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യം മദീനയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ 4 പോയിന്റ് പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് 2 എഴുതിയാൽ മതി. പരോപകാരവും സ്നേഹവും വ്യാപിപ്പിച്ചു, എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. അങ്ങനെ 2 എഴുതിയാൽ മതി. ഇനി ആ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യം മദീനയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. അടുത്തത് മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തായിരുന്നു? ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായി, എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കി. അങ്ങനെ 2 എഴുതി കൊടുക്കാം. ഇനി ആ ബദർ യുദ്ധത്തിന്റെ ഫലം, മുസ്ലിങ്ങളുടെ മനോവീര്യം ഉയർന്നു, ഖുറൈശികളുടെ ശക്തി ചോർന്നു. അങ്ങനെ 2 എഴുതാം. അടുത്തതാ ഉത്തരം എഴുതാനാണ്. ബദർ യുദ്ധം നടന്നത് എന്നായിരുന്നു? ഹിജ്റയുടെ 2ാം വർഷം റമദാൻ 17. അടുത്തത് മദീനയിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന കരാർ എന്ന ഒരു കരാർ ഉണ്ടാക്കി. എല്ലാ വിഭാഗങ്ങളുടെയും നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അങ്ങനെ മദീന കരാർ എന്ന ഒരു കരാർ ഉണ്ടാക്കി. അത് എഴുതാം. അടുത്തതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നത് എങ്ങനെയാണ്? കച്ചവടം ചെയ്താണ് അദ്ദേഹം വലിയ സമ്പന്നനായി തീർന്നത്. അടുത്ത ഇനി ആശയം എഴുതാനാണ്. അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസുൽ ആഖിറതി ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ. എന്താണ്? അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. ഇനി വ്യക്തമാക്കാനാണ്. ആരാണ് മുഹാജിർ? മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികളാണ് മുഹാജിറുകൾ. അൽ അൻസാർ ആരാണ്? മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സഹാബികളാണ്. 2 വ്യക്തമാക്കാനാണ്. ഇനി പൂരിപ്പിക്കാനാണ്. അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവുകയില്ല. അതാണ് അവിടെ പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. ഇനി തൊലാൽ ബദ്റു അലൈന, നമ്മള് 1ാമത്തെ പാഠത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫുമുട്ടി ബൈത്ത് ചൊല്ലി സ്വീകരിച്ചിരുന്നു. അപ്പൊ അവര് പാടിയ ബൈത്ത് അതാണ് വിട്ടഭാഗം പൂരിപ്പിക്കാൻ വന്നത്. ഇവിടെ ബൈത്തിൽ നിന്ന് മിൻ സനിയാത്തിൽ വദാഇ അവിടെ വിട്ടിട്ടുണ്ട്. പിന്നെ വജബ ശുക്രു അലൈന വിട്ടു. പിന്നെ മാദഅ ലില്ലാഹി ദാഇൻ അങ്ങനെ വിട്ടതാണ് പൂർത്തിയാക്കി കൊടുക്കാന്. അപ്പൊ ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിൽ വന്നത്. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. എല്ലാവർക്കും ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടുപോകുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.